വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമാണ്. നമസ്കാരത്തിൽ നിരന്തരം നാം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന അധ്യായമാണ്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഏറെ ബന്ധമുള്ള അധ്യായമാണ് എന്നൊക്കെ നമുക്കറിയാം. സൂറത്തുൽ ഫാത്തിഹ വിശദമായ പഠനമർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂറയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ അന്തസ്സത്തെയും കാച്ചിക്കുറുക്കിയെടുത്ത ഒരധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. നാം നേരത്തെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ 2 വചനങ്ങൾ പഠിക്കേണ്ടായി. ഇത് എല്ലാ സൂറകൾക്കും ബാധകമാണ് എന്ന നിലക്കാണ് നാം മനസ്സിലാക്കിയത്. അതോടൊപ്പം ബിസ്മിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ 114 ബിസ്മികളുമുണ്ട്. എന്നാൽ ഒരു അധ്യായത്തിൽ മാത്രം അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. ആ സൂറത്ത് തൗബയാണ്. എന്നാൽ ഒരു അധ്യായത്തിൽ 2 ബിസ്മികളുണ്ട്. ഒന്ന് തുടക്കത്തിലും ഒന്ന് അതിനിടയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ച സൂറത്തു നംല് 30-ാമത്തെ സൂക്തം. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തം 114 ബിസ്മി ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്ത് തന്നെയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്കിയാൽ 1-ാമത്തെ ആയത്തായിട്ട് ബിസ്മിക്ക് നമ്പർ കൊടുത്തത് കാണാം. മറ്റ് സൂറകളിലൊന്നും ബിസ്മിക്ക് നമ്പർ ഇല്ല. ഫാത്തിഹയിൽ മാത്രം ബിസ്മി ഫാത്തിഹയിലെ ആയത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് സൂറകളിൽ ബിസ്മി സൂറകളെ വേർതിരിക്കുവാനുള്ള ഒരു അടയാളം മാത്രമാണ് എന്ന നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൂറ എന്ന വാക്കിൻ്റെ അർത്ഥം അധ്യായം എന്നാണ്. പ്രത്യേകമായിട്ട് വേർതിരിച്ച് നിർത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മതിൽക്കെട്ടിന് സൂറ എന്ന വാക്ക് പറയും. അത് വേർതിരിക്കുകയാണല്ലോ, കോമ്പൗണ്ടുകൾ വേർതിരിക്കാനാണ് മതിൽ. എന്ന പോലെ ഓരോ പ്രത്യേകമായി അടുക്കി വെച്ചിരിക്കുന്ന അധ്യായങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം സൂറ. അതേ സമയത്ത് നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം മറ്റ് ഗ്രന്ഥങ്ങൾ പോലെയല്ല. മറ്റ് ഗ്രന്ഥങ്ങളിൽ വിഷയങ്ങൾ അടുക്കി വെച്ച് ഒരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ അതിനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന ഒരു രീതിയാണ്. അതേസമയം ഖുർആനിൽ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശമുണ്ട്. ഏതാണ്ട് എല്ലാ സൂറകളിലും അള്ളാഹുവെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം സൂറത്തുൽ നാസ് വരെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഒരു വിഷയം തന്നെ ആവർത്തിച്ച് പറയുന്ന രീതി വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ശക്തിയായിട്ട് ഉറപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ സൂറ എന്ന് പറയുമ്പോൾ അധ്യായം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് വിഷയം പ്രത്യേകമായിട്ട് ക്രോഡീകരിച്ച് തലക്കെട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയല്ല ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മറിച്ച് 114 അധ്യായങ്ങളായിട്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. അൽ ഫാത്തിഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാരംഭം എന്നാണ്. തുടക്കം അല്ലെങ്കിൽ ആമുഖം, പ്രിഫേസ് എന്നൊക്കെ പറയാം. പൊതുവെ അങ്ങനെയാണല്ലോ, ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു ആമുഖം ഉണ്ടാവും. ഇതിലെ മുഖ്യ വിഷയം എന്താണ്, ഇത് ആർക്ക് വേണ്ടിയാണ്, ആർക്കാണ് പ്രയോജനപ്പെടുക എന്നൊക്കെയുള്ള വളരെ സംക്ഷിപ്തമായി ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന ഒന്നായിരിക്കും ആമുഖം. അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അൽ ഫാത്തിഹ എന്ന പേരുള്ള അധ്യായം, സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ എന്ന പേരുള്ള അധ്യായം അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു സൂറ പരിചയപ്പെടുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ പേരാണ് മനസ്സിലാക്കുക. പേര് പല രൂപത്തിലും വരാം. ചിലപ്പോൾ ആ സൂറയിൽ ഉള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും പേരായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് അൽ ബഖറ, പശു.
ആ അധ്യായത്തിൽ പശുവിന്റെ വിശേഷണങ്ങളൊന്നും പറയുന്നില്ല. അതേസമയത്ത് ഇസ്രായേലരുമായി ബന്ധപ്പെട്ട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു സംഭവം പരാമർശിക്കുന്നു. അപ്പൊ ആ വാക്ക് ആ സൂറയിലുണ്ട് എന്നതിനാലാണ് അൽ ബഖറ എന്ന് 2-ാം അധ്യായത്തിന് പേര് വന്നിരിക്കുന്നത്. എന്നാൽ അൽ ഫാത്തിഹ എന്ന വാക്ക് ഫാത്തിഹയിൽ ഇല്ല. പിന്നെ എങ്ങനെ പേര് വന്നത്? അതിൻ്റെ ആശയം പരിഗണിച്ചുകൊണ്ടാണ്. ഖുർആനിന്റെ ആമുഖം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഫാത്തിഹ എന്ന പേര് വന്നിരിക്കുന്നത്. അതുപോലെ വ്യക്തികളുടെ പേരുകളൊക്കെ ഖുർആനിലെ സൂറകളുടെ പേരുകളായിട്ട് വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, സൂറത്തു മുഹമ്മദ്, ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരുകൾ സൂറകളുടെ പേരുകളായിട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പല ഉദ്ദേശങ്ങളിലും പേരുകൾ വരുന്നുണ്ട്. എന്തായാലും ഒരു അടയാളമാണ്, തിരിച്ചറിയാനുള്ള അടയാളമാണ് പേരുകൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഒരു സൂറ പരിചയപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം എങ്ങനെയാണ്, ആർക്കാണ് അവതരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഖുർആൻ. ആ പ്രവാചക ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് ഖുർആൻ അവതരിച്ചത് നമുക്കറിയാം. അപ്പോൾ ഒരു പ്രവാചകനും ആ പ്രവാചകനോടൊപ്പം ഒരു സമൂഹവും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മാറ്റങ്ങൾ മുഴുവൻ നമുക്ക് ഖുർആനിലൂടെ ബോധ്യപ്പെടുന്നുണ്ട്, ആ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചക ജീവിതത്തിൽ മുഖ്യമായി 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് മക്കി കാലഘട്ടമാണ്, മറ്റൊന്ന് മദനി കാലഘട്ടമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹിജ്റക്ക് മുമ്പുള്ള കാലഘട്ടം, മറ്റൊന്ന് ഹിജ്റക്ക് ശേഷമുള്ള കാലഘട്ടം. ഹിജ്റ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പലായനം. മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇസ്ലാമിനെ പറിച്ചു നട്ടാൻ വേണ്ടി നടത്തിയ യാത്രയാണ് ഹിജ്റ. നാടും വീടും കുടുംബവും എല്ലാം വിട്ടേച്ചുകൊണ്ട് യാത്രയായ ത്യാഗപൂർണമായ ഹിജ്റ. അപ്പോൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ മക്കി എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ മക്കിയ, മക്കി കാലഘട്ടത്തിൽ അവതരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ആകെ 63 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത്. അതിൽ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. അങ്ങനെ 13 വർഷക്കാലം മക്കയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 53 വയസ്സായി. പിന്നീട് ഹിജ്റയെ തുടർന്ന് 10 വർഷക്കാലം മദീനയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ 53-ഉം 10-ഉം 63, ആകെ 63 വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലം. അപ്പോൾ അതിനിടയിൽ ഈ ആദ്യത്തെ 13 വർഷം, പ്രവാചകത്വത്തിന്റെ 13 വർഷം മക്കയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ അവതരിച്ച അധ്യായങ്ങളാണ് മക്കിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ ഹിജ്റയ്ക്ക് ശേഷം മദനി കാലഘട്ടത്തിൽ അവതരിച്ച സൂറകളെ മദനിയ എന്ന പേരിലും പൊതുവെ വിളിക്കും. ഇപ്പോൾ സൂറകൾ പരിചയപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് പേര് മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഏത് കാലഘട്ടത്തിൽ അവതരിച്ചു എന്നത് വളരെ പ്രധാനമാണ്. അതിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സൂറയിൽ എത്ര ആയത്തുകളുണ്ട്, എത്ര സൂക്തങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും കൂടി വേണം. ആയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് സൂക്തം എന്നാണ്, പിന്നെ ഒന്ന് അള്ളാഹുവെ കണ്ടെത്തുവാനുള്ള ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ എന്ന അർത്ഥത്തിലും ആയത്ത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ എന്ന പേരുള്ള അധ്യായം മക്കിയ, മക്കി കാലഘട്ടത്തിൽ അവതരിച്ചത്. ആയാത്തുഹ, ഇതിലെ സൂക്തങ്ങളുടെ എണ്ണം 7 ആകുന്നു. ഇത്രയുമാണ് വളരെ പ്രാഥമികമായിട്ട് ഈ സൂറയെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ പരിചയപ്പെടാം. അൽ ഫാത്തിഹ എന്നത് തന്നെ ഒരു പേരാണ്. അതോടൊപ്പം ഈ സൂറയ്ക്ക് വേറെയും ധാരാളം പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിലെ ഓരോ അംഗവും ആ കുഞ്ഞിനെ വ്യത്യസ്ത പേരിലെ വിളിക്കുക. എന്ത് പേര് വിളിച്ചാലും മതിയാവില്ല, അങ്ങനെയാണല്ലോ. എന്നപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഫാത്തിഹയ്ക്ക് വ്യത്യസ്തമായ ഒരുപാട് പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അകത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് പറയപ്പെട്ടിരിക്കുന്നു. ഏതാ പേര്?
സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 87-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 87-ാമത്തെ സൂക്തം, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. വലഖദ് ആതൈനാക, തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. സബ്അൻ മിനൽ മസാനി, സബ് 7 എണ്ണം, മിനൽ മസാനി ആവർത്തിതമായ 7 വചനങ്ങൾ, വൽ ഖുർആനിൽ അദീം അതോടൊപ്പം വിശുദ്ധ ഖുർആൻ തന്നെയും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. അപ്പോൾ സൂറത്തുൽ ഹിജ്ർ 87-ാമത്തെ സൂക്തമാണ്. അപ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ പേരായിട്ട് പറയുന്നത് സബ്ഉൻ മിനൽ മസാനി എന്നാണ്. സബ്ഉൻ 7 വചനങ്ങൾ, 7 സൂക്തങ്ങൾ. സബ്ഉൻ മിനൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ എന്ന് പറയാം. ഇതൊന്നുകൂടി ചുരുക്കിയിട്ട് അസ്സബ്ഉൽ മസാനി എന്ന് പറയാറുണ്ട്. അസ്സബ്ഉൽ മസാനി. അസ്സബ്ഉൽ മസാനി, വൽ മസാനി ആവർത്തിതം എന്നാണ്, ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നാണ്. 7 ആവർത്തിത വചനങ്ങൾ. ഏഴ് ആവർത്തിത വചനങ്ങൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായി എത്ര തവണ പാരായണം ചെയ്യണം? 17 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. എങ്കിലേ അയാളുടെ നമസ്കാരം സ്വീകാര്യമാവുള്ളൂ. ഇതേപോലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്നു. മറ്റ് പ്രാർത്ഥനാ വേളകളിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഇങ്ങനെ നിരന്തരം പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തെ സബ്ഉൻ മിനൽ മസാനി എന്ന് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഖുർആനിനകത്ത് തന്നെയാണ് ഖുർആനിലെ ഒരു സൂറയെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ആത്മവിശ്വാസം നൽകുകയാണ്. താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? താങ്കൾക്ക് നാം 7 ആവർത്തിത വചനങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെയും അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിലെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലേ എന്ന നിലക്ക് പ്രവാചകന് ആത്മവിശ്വാസം നൽകുന്ന സൂറയായിട്ടാണ് ഈ സൂറയെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഖുർആനിനകത്തുള്ള ഒരു സൂറയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ പെട്ടതല്ലേ, ഖുർആനിന് പുറമേ ഉള്ളതാണോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഫാത്തിഹയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തു പറഞ്ഞതാണ്. ഖുർആനിൽ തന്നെ അങ്ങനെ വേറെയും ചില സന്ദർഭങ്ങൾ കാണാം. തനസ്സലുൽ മലായികത്തു വറൂഹ്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ആ രാവിൽ തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകളും റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമും അവതരിക്കും. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കല്ലേ? അതെ. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, മറ്റ് മലക്കുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് തനസ്സലുൽ മലായികത്തു വറൂഹ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ മറ്റ് സൂറകളിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ സവിശേഷത നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഖുർആനിൽ വന്ന നാമം എന്ത്? അതിൻ്റെ ഉത്തരം അസ്സബ്ഉൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ എന്ന ഈ നാമമാണ്. ഇത് സൂറത്തുൽ ഹിജ്ർ 87-ാമത്തെ സൂക്തത്തിലാണ് ഉള്ളത്. ഇനി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അഥവാ ഹദീസിൽ വന്നിട്ടുള്ള പ്രത്യേകമായ പേരുകൾ
വളരെ പ്രധാനപ്പെട്ട ചില പേരുകൾ മാത്രം പരിചയപ്പെടാം. അതിലൊന്ന് ഉമ്മുൽ ഖുർആൻ എന്നതാണ്. ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ. ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രഭവ കേന്ദ്രം, ഉത്ഭവ കേന്ദ്രം എന്നാണല്ലോ. വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറ സൂറത്തുൽ ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറ എന്ന് അതിന് നമുക്ക് അർത്ഥം പറയാം. വേറൊരു വാക്ക് ഹദീസിൽ വന്ന വേറൊരു വാക്ക് ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് ഇതും അതേ ആശയം തന്നെയാണ്. വേദഗ്രന്ഥത്തിൻ്റെ അടിത്തറ, വേദത്തിൻ്റെ അടിത്തറ എന്നാണ് ഉമ്മുൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ വേദഗ്രന്ഥത്തിനകത്തുള്ള എല്ലാ വിഷയങ്ങളുടെയും അടിത്തറ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാണ്. മറ്റൊരു പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് തന്നെയാണ്. ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ ഗ്രന്ഥത്തിൻ്റെ ആമുഖം. വേദഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അതുപോലെ ഫാത്തിഹത്തുൽ കിതാബ്, ഈ മൂന്ന് നാമങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഹദീസിൽ വന്ന ഫാത്തിഹയ്ക്ക് ഹദീസിൽ വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അതുപോലെ ഫാത്തിഹത്തുൽ കിതാബ്, ഈ നാമങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ട് വേറെയും ധാരാളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് പരിചയപ്പെടാം. അതിലൊന്ന് സൂറത്തു സ്വല എന്നാണ്. സൂറത്തു സ്വലാത്ത്, നമസ്കാരം, നമസ്കാരത്തിൻ്റെ അധ്യായം അഥവാ നമസ്കാരത്തിൽ കൂടുതലായിട്ട് പാരായണം ചെയ്യപ്പെടുന്ന അധ്യായം എന്ന അർത്ഥത്തിൽ സൂറത്തു സ്വല എന്ന പേരുണ്ട്. സൂറത്തു സ്വല, നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന അധ്യായം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനമുണ്ടല്ലോ, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ലാ സ്വലാത്ത, നമസ്കാരമില്ല, ലിമൻ ലം യഖ്റ, പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല, ബി ഫാത്തിഹത്തുൽ കിതാബ്. നേരത്തെ മനസ്സിലാക്കിയില്ലേ ഫാത്തിഹത്തുൽ കിതാബ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല. നമസ്കാരം സ്വീകാര്യമാകണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അനിവാര്യ ഘടകമാണ്, ഫർദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സൂറത്തു സ്വല എന്ന പേരുണ്ട്. അതുപോലെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ്. ഹംദ്, അൽ ഹംദ് എന്ന് തുടങ്ങുന്നത് കൊണ്ട് സൂറത്തുൽ ഹംദ് എന്ന ഈ സൂറയ്ക്ക് പേരുണ്ട്. സൂറത്തുൽ ഹംദ്, സ്തുതി കൊണ്ട് ആരംഭിക്കുന്ന അധ്യായം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സൂറത്തു ദുആ, അദ്ദുആ, പ്രാർത്ഥന അധ്യായം. സൂറത്തു ദുആ, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അധ്യായം. സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മര്യാദകളൊക്കെ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു പ്രാർത്ഥനാ വാക്യം തന്നെയുണ്ട് പ്രത്യേകമായിട്ട്. ഏതാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആ വചനം പ്രത്യേകമായി തന്നെ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സൂറത്തു ദുആ എന്ന് ഈ സൂറയ്ക്ക് പേര് വന്നിരിക്കുന്നത്. പിന്നെയും ധാരാളം പേരുകൾ പറയപ്പെടുന്നു. ഇതിലൊന്ന് അൽ വാഫിയ,
അൽ വാഫിയ, സമ്പൂർണമായ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. പിന്നെ അൽ കാഫിയ മതിയായത് എന്ന് പറഞ്ഞാൽ അന്വേഷകനെ തൃപ്തിപ്പെടുത്തും വിധം മതിയായ ആശയങ്ങളും ജീവിത സന്ദേശവും ലഭിക്കുന്ന അധ്യായം. അൽ കാഫിയ എന്നത് ഈ സൂറയുടെ തന്നെ മറ്റൊരു പേരാണ്. ഇങ്ങനെ ഇനിയും ധാരാളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുടേതായിട്ട് നമുക്ക് തഫ്സീറുകൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ വന്ന പേര് അസ്സബഉൽ മസാനി അല്ലെങ്കിൽ സബഉ മിനൽ മസാനി എന്നതാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പേരുകൾ, ഹദീസിൽ വന്ന പേരുകൾ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അതുപോലെ ഫാത്തിഹത്തുൽ കിതാബ് തുടങ്ങിയവ. പിന്നെ പൊതുവെ തഫ്സീറുകൾ വന്നിട്ടുള്ള ഹദീസിൽ പരാമർശിക്കപ്പെട്ട പേരുകളാണ് അസ്സല, അതുപോലെ സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ദുആ, പിന്നെ അൽ വാഫിയ, അൽ കാഫിയ, അതുപോലെ അൽ കൻസ് മറ്റൊരു പേരാണ്, നിധിയാണ്. സൂറത്തുൽ ഫാത്തിഹ നിധിയാകുന്നു, അൽ കൻസ്. പിന്നെ അർ റുഖിയ, സൂറത്തുൽ ഫാത്തിഹ ഒരു മന്ത്രമാകുന്നു. ഇങ്ങനെ ധാരാളം പേരുകൾ ഈ സൂറയ്ക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ സൂറയുടെ പ്രാധാന്യം തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുക, അതേപോലെ പ്രാർത്ഥനാ വേളകളിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നതിനൊക്കെ പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ആ നിലയിൽ നിത്യജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്ന അധ്യായം എന്ന നിലക്ക് തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം ഉൾക്കൊള്ളുകയും അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.